ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2.5 സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബട്ടറിലാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. ഇനി നല്ലൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു മണം കിട്ടാനായിട്ട് വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരിട്ട് അടിച്ചെടുക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്കിതൊരു 5-10 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഞാനിപ്പോൾ ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ആവശ്യമില്ല. അടുത്തതായി ഇത് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ബട്ടർ ഉരുക്കിയതാണ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അത്രയും നൈസായിട്ടുള്ളൊരു പലഹാരമാണ്. ഇപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ നേരെ ഇതൊരു പാത്രത്തിലേക്ക് ഈ ഒരു പാൻ വെച്ചൊന്ന് കമിഴ്ത്തി തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മൾ ചട്ടകം വെച്ചിട്ടോ സ്പാച്ച് വെച്ചിട്ടോ ഒന്നും എടുക്കേണ്ടതില്ല. നല്ല പാട പോലെ നൈസായിട്ടുള്ളൊരു പലഹാരമാണ്. ഒരെണ്ണം ചുട്ടു മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പാനിൽ നെയ്യൊന്ന് സ്പ്രെഡാക്കുക, അല്ലെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു മാവിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ഇതൊന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്ത് ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല പഞ്ഞ് പോലെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.